ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിന്നൊരു ചുരിദാർ തയ്ച്ച് കാണിക്കണം എന്നൊക്കെ കരുതി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഇതൊരു സാരിയാണ് കേട്ടോ. അതായത് സാറ്റിൻ ഫിനിഷ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ പകുതി വെച്ച് ഞാൻ നേരത്തെ ഒരു ചുരിദാർ തയ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ബാലൻസാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയലൊക്കെ നിങ്ങൾ ചുരിദാർ തയ്ക്കാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനത്തെ മോഡലിൽ തയ്ക്കണം, ഏത് മോഡലിൽ തയ്ക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ക്രേപ്പ് ലൈനിങ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് കണ്ട കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്, കോഫി ബ്രൗൺ കളറ്, മുകളിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ് എടുക്കുമ്പോൾ ആ ഡാർക്ക് ഷെയ്ഡ് നോക്കി എടുക്കണം കേട്ടോ. മുകളിലുള്ള കളർ എടുക്കരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ അടിയിൽ കൂടെ കാണുന്നത് ആ താഴ്ഭാഗമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ താഴ്ഭാഗത്തെ കളറ് നോക്കി എടുക്കണം കേട്ടോ. ഞാനിത് വെട്ടാനൊക്കെ ഓർത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ലൈനിങ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് എടുത്തിട്ടില്ല. ലൈനിങ് എടുത്തിട്ട് വെട്ടി കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് വെട്ടി തയ്ക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ തുണി എടുത്ത് നോക്കിയതാണ്. എൻ്റെ 2-3 തുണികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒന്ന് വെട്ടി തയ്ക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അടുത്തത് ഇതാണ് കേട്ടോ. ഇതുണ്ടല്ലോ, എവിടെ നിന്ന് വാങ്ങിച്ചാണെന്നോ, പോത്തീസിൽ പോയപ്പോൾ ഇങ്ങനെ കട്ട് പീസുകൾ അവിടെ ഇങ്ങനെ കുറേ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. താഴ്ഭാഗത്ത് കുറച്ച് ഹെവി ആയിട്ടുള്ള ബോർഡറുണ്ട്, മുകളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബുട്ടാസും ഉണ്ട് കേട്ടോ. ഇത് നല്ല സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. ഇതാകെ 1 മീറ്ററേ ഉള്ളൂ കേട്ടോ. 1 മീറ്റർ സാധാരണ വിലയിനേക്കാളും പകുതി വില കൊടുത്താൽ മതി. നമുക്ക് അവിടെ നിന്ന് അങ്ങനെ എന്താ പറയുക, ഇതിൽ കിട്ടും കേട്ടോ. കട്ട് പീസുകൾ വെച്ചേക്കണടുത്തുനിന്ന് വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ കട്ട് പീസ് വെച്ചേക്കണ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇത് എടുക്കുക, കൈയും ഇതിൻ്റെ സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റും. 1 മീറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എടുക്കാം. ഇത് ഇങ്ങനെ വട്ടം താഴ്ഭാഗത്ത് ആ ബോർഡർ വരുന്ന രീതിയിൽ വെട്ടാം എന്നൊക്കെ കരുതി ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോഴും നമുക്ക് ബാക്കിലേക്ക് മെറ്റീരിയൽ വേണമല്ലോ, അല്ലെങ്കിൽ ഇത് ഫ്രണ്ടും ബാക്കും ഇത് കിട്ടും, കൈ മാത്രം നമുക്ക് വേറെ വെച്ച് കൊടുക്കാം എന്നൊക്കെ ഓരോ ഐഡിയകൾ നമുക്കൊരു തുണി കിട്ടുമ്പോൾ തോന്നുന്നതാണ് കേട്ടോ. അങ്ങനെ തോന്നിയൊരു ഐഡിയ ആണിത്. അപ്പോൾ ഞാൻ കുറച്ച് പ്ലെയിൻ മെറ്റീരിയൽ സെയിം കളർ എടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1.25 മീറ്റർ. അതും ഇങ്ങനെ ചുളുങ്ങിയിരിക്കുകയാണ്. തയ്ക്കാൻ നേരം നമുക്ക് തേച്ചെടുക്കാം. അപ്പോൾ ഇതിനും ലൈനിങ് ഇല്ല. ഇതും ഞാൻ തയ്ക്കാൻ വേണ്ടി എടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ഡയബിൾ മെറ്റീരിയലാണ് കേട്ടോ. ഡൈ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ അത് രണ്ടും കൂടെ ഡൈ ചെയ്ത് വേറെ എന്തെങ്കിലും കളറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാം. അതിനുള്ള സൗകര്യമൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരു ദിവസം ഡൈ ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചോദിച്ചു, നിങ്ങളുടേത് ഞാൻ ക്യാമറയിൽ ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ അയ്യോ അത് പറ്റൂല എന്ന് പറഞ്ഞ്. ഇനി അടുത്തത് ഒരു മെറ്റീരിയൽ, ഇതൊരു ബ്ലൗസ് പീസാണ് കേട്ടോ. ഇത് ഉമ്മച്ചിയുടെ ബ്ലൗസ് പീസാണ്. ഒരു സാരി എടുത്തപ്പോൾ അതിൻ്റെ കൂടെ വന്നത്. പക്ഷേ ഇതും നല്ല സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ വിത്ത് ബ്ലൗസ് ഇടൂല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഇട്ട ബ്ലൗസ് ഇടാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതും ഇങ്ങനെ അടിച്ച് മാറ്റി. അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ഇതും ഒരു 1 മീറ്റർ താഴെയുള്ള മെറ്റീരിയൽ എങ്കിലും ഇത് ഫ്രണ്ട് പോർഷനും സ്ലീവൊക്കെ ആയിട്ട് എടുക്കാം. ഈ ഗ്രീൻ കളർ തന്നെ പ്ലെയിൻ തുണി എടുത്തിട്ട് ബാക്കിലേക്ക് ഒടിഞ്ഞ്, പ്ലെയിൻ തുണി കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ വെള്ള കളർ തുണി എടുത്താണെങ്കിൽ നല്ല സെയിം മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ഡൈ ചെയ്ത് ഈ കളറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ കരുതി എടുത്തുകൊണ്ട് വന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം വെട്ടാമെന്നൊക്കെ കരുതി, പക്ഷേ ഒന്നിനും ലൈനിങ് ഇല്ല, ഒന്നും കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് ഇന്നൊന്നും വെട്ടണം കാണിച്ചു തരണില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കാണാത്തവർ അതൊന്ന് കാണണം കേട്ടോ. എന്നിട്ട് അതിൽ കമൻറ്റ് ഇടണേ. കുറച്ച് ഗിവ് അവേ വെച്ചിട്ടുണ്ട്. ഇന്നും ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ അതിൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗം ലാസ്റ്റ് കാണിക്കാം. ഇതിൻ്റെ അകത്താണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് ഇടണം കേട്ടോ. എന്താണെന്നൊക്കെ ഈ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. 2.5 മീറ്റർ വീതം ഇതിൽ നിന്ന് ഒരാൾക്ക് 1 പീസ് അങ്ങനെ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇന്നലത്തേലും ഇങ്ങനെ അയച്ചു തരുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ അതായി മുകളിൽ കാണുന്നത്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ മെറ്റീരിയലിനെ പറ്റിയോ, ആദ്യം കാണിച്ച മെറ്റീരിയലിനെ പറ്റിയോ, നമ്മുടെ ചാനലിനെ പറ്റിയോ, നമ്മുടെ ക്ലാസ്സിനെ പറ്റിയോ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ട്
അവർക്ക് ഒരാളെയോ രണ്ടാളെയോ അതെങ്ങനെയാണ് അയച്ച് തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഈ ആഴ്ച ലാസ്റ്റായിരിക്കും നമ്മൾ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് വെക്കണത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പെട്ടെന്ന് കമൻറ്റ് ഇട്ടോളൂ. ഇനി എല്ലാവർക്കും ഞാൻ ഈ കമൻറ്റ് ഇട്ടവർക്ക് എല്ലാവർക്കും ഞാൻ അയച്ചു തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് വെച്ചിട്ട് ഞാനതും അയച്ചു തരണതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പറയാം. ഈ ആഴ്ച ലാസ്റ്റിലുള്ള വീഡിയോയിൽ ഞാൻ എല്ലാം പറയാം. അപ്പോൾ എല്ലാ ദിവസത്തെ വീഡിയോ നിങ്ങൾ കാണുക, എല്ലാ ദിവസത്തെ വീഡിയോയിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും സമ്മാനം ഉറപ്പാണ്. അപ്പോൾ ആരും മടി കാണിക്കണ്ട. നിങ്ങളുടെ വീട്ടിലിപ്പോൾ 1, 2, 3 ഇപ്പോൾ ഇവിടെയാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും 4 ഫോണുണ്ട്. 4 പേർക്ക് 4 ഫോൺ. എല്ലാവർക്കും സ്വാഭാവികം, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ ഫോണുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ഫോണിൽ നിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച മെറ്റീരിയൽ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ക്ലാസ് അടിപൊളി ക്ലാസ്സാണ്. ഇപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുകയും ക്ലാസ്സിൽ കയറുകയൊക്കെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഡീറ്റെയിൽസ് വെച്ചേക്കാം. ബേസിക് ക്ലാസ്സും അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട്. ബേസിക് എന്ന് പറയുന്നത് തയ്യലൊട്ടും അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സാണ്. 2 മാസത്തെ കോഴ്സാണ്. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കണവർക്കോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നിൽക്കണവർക്കോ ഈ വെക്കേഷൻ ടൈം യൂട്ടിലൈസ് ചെയ്യാം. വീട്ടിലിരുന്ന് തന്നെ തയ്യൽ പഠിക്കാവുന്ന തയ്യൽ മെഷീൻ മാത്രം ഉണ്ടായാൽ മതി നിങ്ങളുടെ കയ്യിൽ. പിന്നെ കുറച്ച് പഴയ തുണികളും നമുക്ക് തയ്യൽ പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു അഡ്വാൻസ് ക്ലാസ് ഉണ്ട്. അത് നമ്മുടെ കുറച്ച് ഫാഷൻ ഡിസൈനിങ് കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്ന എല്ലാ ഐറ്റംസും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എന്ന് ഞാൻ പറയണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഹാൻഡ് വർക്കോ എംബ്രോയ്ഡറി ഒന്നും പഠിപ്പിക്കണില്ല കേട്ടോ. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അതൊക്കെ പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കുക, എന്നിട്ട് എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു.